2013 ചന്തുലാലിന്റെയും കരുനാഗപ്പള്ളി സ്വദേശി തുഷാരയുടെയും വിവാഹം കഴിഞ്ഞ 5.5 വർഷത്തിനു ശേഷം 2019 മാർച്ചിലാണ് തുഷാര മരിച്ചത്. സ്ത്രീധനമായി നൽകാമെന്ന് പറഞ്ഞ 2 ലക്ഷം രൂപ നൽകാൻ വൈകിയതിന്റെ പേരിൽ തുഷാരയെ ഭർത്താവും മാതാവും പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. 2019 മാർച്ച് 21-നാണ് തുഷാര മരണപ്പെടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അതിദാരുണമായ ചില സത്യങ്ങൾ പുറം ലോകം അറിയുന്നത്. 2013 വിവാഹം നടക്കുമ്പോൾ സ്ത്രീധന തുകയായി പറഞ്ഞുറപ്പിച്ച തുക നിർധനരായ തുഷാരയുടെ കുടുംബത്തിന് നൽകാൻ കഴിഞ്ഞില്ല. സ്ത്രീധന തുകയിൽ കുറവ് വന്ന 2 ലക്ഷം 3 വർഷത്തിനുള്ളിൽ നൽകണമെന്ന് കാണിച്ച് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും തുഷാരയെ കൊണ്ട് ഒപ്പിടുവിച്ച് രേഖാമൂലം കരാറുണ്ടാക്കി. തുടർന്ന് പീഡനങ്ങളും ആരംഭിച്ചു. ശാരീരികമായും മാനസികമായും ഏറെ പീഡനങ്ങൾ 28 വയസ്സ് മാത്രം പ്രായമുള്ള തുഷാരയ്ക്ക് പ്രതികളിൽ നിന്നും നേരിടേണ്ടി വന്നു. തുഷാരയെ സ്വന്തം കുടുംബവുമായി സഹകരിക്കാനോ നേരിൽ കാണാനോ സമ്മതിച്ചിരുന്നില്ല. മക്കളായ 2 പെൺകുട്ടികളെയും തുഷാരയിൽ നിന്നും അകറ്റി. ഭക്ഷണം നൽകാതെ ദിവസങ്ങളോളം മുറിയിൽ പൂട്ടിയിട്ടു. ഒടുവിൽ മരണവിവരമറിഞ്ഞ് എത്തിയ ബന്ധുക്കൾ കാണുന്നത് ശോഷിച്ച രൂപത്തിൽ തുഷാരയുടെ മൃതദേഹമായിരുന്നു. ബന്ധുക്കൾ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകി. പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് വളരെ അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മൃതശരീരത്തിന് ഭാരം വെറും 21 കിലോഗ്രാം മാത്രമായിരുന്നു. തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലുമായിരുന്നു. മരണം സംഭവിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഈ കുട്ടിയെ 48 കിലോ ഉണ്ടായിരുന്ന കുട്ടി 21 കിലോയിലോട്ട് വെയിറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ ഇതിന് വേണ്ട ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് ഇതിലോട്ട് എത്തുന്നത്. അപ്പോൾ അത് നോളജ് ഉണ്ട്. അപ്പോൾ അത് 302 കൃത്യമായിട്ട് അതിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് ആദ്യം മുതൽ 302 ഉൾപ്പെടുത്തി തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളതും. ശാസ്ത്രീയമായ തെളിവുകളും അയൽക്കാരുടെ മൊഴികളും കേസിൽ നിർണായകമായി. സ്ത്രീധന പീഡനം, കൊലപാതകം, അന്യായ തടങ്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി തുഷാരയുടെ ഭർത്താവ് ചന്തുലാലും മാതാവ് ഗീതാലാലിയും കുറ്റക്കാരെന്ന് കണ്ടെത്തി. കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ചന്തുലാലിന്റെ പിതാവും കേസിൽ 3ാം പ്രതിയുമായ ലാലി 1.5 വർഷം മുൻപ് മരണപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം.